ഈ റിയാലിറ്റി ഷോ എന്തുമാത്രം ഗുണം ചെയ്തിട്ടുണ്ട് ശരിക്കും? റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ മെയിൻ റിയാലിറ്റി ഷോയിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫെയിം, നമുക്ക് ആ ഒരു പ്രശസ്തി എന്നുള്ള സംഭവം. കാരണം നമുക്ക് ജനങ്ങൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് നമ്മുടെ പാട്ട് അവരിലേക്ക് എത്തപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ദാസേട്ടനായാലും പി ജയചന്ദ്രൻ സാറായാലും അവർ ഒരു പടത്തിൽ 5 പാട്ടുണ്ടെങ്കിൽ അവരാണ് പാടിയിരുന്നത്. അപ്പോൾ കുറേ പടം അപ്പോൾ നോർമലി അവർ തന്നെ മനസ്സിലങ്ങനെയാണ് പതിയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇഷ്ടം പോലെ സിംഗേഴ്സ് ഉണ്ട്, ആരൊക്കെ ഏത് പാട്ട് പാടി എന്നൊന്നും അറിയാൻ പറ്റില്ല. അതൊരു എനിക്ക് തോന്നുന്നു അതൊരു വലിയ മൈനസ് മാർക്ക് തന്നെയാണ് അല്ലേ? കാരണം എനിക്ക് തോന്നുന്നത് സൗമ്യക്ക് ഇത്രയും പാട്ടുകൾ പാടിയിട്ട് പോലും സൗമ്യനെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇതിലൂടെ ഞാൻ റിക്വസ്റ്റും കൂടിയാണ്, നമ്മുടെ പ്ലേ ചെയ്യുന്ന FMs ആയാലും ഒരു ചാനൽസ് ആയാൽ പോലും ഒരു റിക്വസ്റ്റ് ആണ്. അതിൽ ചെയ്യുന്ന ഒരു പാട്ടിന്റെ ഒരു സംഭവം മെയിൻ ഫാക്ടേഴ്സ് ആണ് മ്യൂസിക് ഡയറക്ടേഴ്സും ലിറിസിസ്റ്റും അതുപോലെ തന്നെ പാട്ടുകാരും. അത് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം നമ്മളെ പോലുള്ളവർക്ക് വലിയൊരു ഇതായിരിക്കും. നമ്മൾ ഈ ചാനലിലൊക്കെ ഇങ്ങനെ വന്നിരുന്ന ഒരു അവസരം കിട്ടുമ്പോഴാണ് നമ്മളാണ് ഈ പാട്ട് പാടിയെന്നൊരു വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. പണ്ടത്തെ കാലത്ത് മനസ്സിലാവുന്ന പാട്ട് കേട്ട് കേട്ട് ഒരു ശബ്ദം തന്നെ കേട്ട് കേട്ട് അത് രജിസ്റ്റർ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൂ. അല്ലാതെ അന്ന് പുതിയ ആൾ വന്നാൽ പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിയണമെന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞ കാലത്ത് പേര് തന്നെ പറഞ്ഞു, ഇഷ്ടംപോലെ സിംഗേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ പടങ്ങൾ ഇറങ്ങുന്നു. ഒരു പടത്തിൽ 5 പാട്ടുണ്ട്, 5 സിംഗേഴ്സ് ആയിരിക്കും പാടുന്നത്. അതെ 7 പാട്ടുണ്ട്, 8 ആൾക്കാർക്ക് അറിയാൻ പറ്റില്ലല്ലോ. മ്യൂസിക്കലി നമുക്ക് അറിവുള്ളവർക്ക് ചിലപ്പോൾ സൗണ്ട് കേട്ട് ഐഡന്റിഫൈ ചെയ്യും. നോർമലി സാധാരണ പാട്ട് കേൾക്കുന്നത് സിനിമ കേൾക്കുന്ന പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പേരൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ യൂസ്ഫുൾ ആണ്. പിന്നെ എന്റെയും ഒരു റിക്വസ്റ്റ് ആണ് അല്ലേ, ചാനലില് മസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റേഡിയോയിലായപ്പോലും പാട്ട് കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ ആരാണ് പാടിയെന്നും കൂടെ കൊടുക്കണം. എങ്കിലും അതിനൊരു ആരാണത് പാടിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട് ഇതാരെ പാടി, പിന്നെ ഞാൻ തന്നെ ഇതാ ഇനിയാളായിരിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ കേൾക്കുക. അത് മ്യൂസിക്കായിട്ട് ബന്ധമുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പാട്ടുകാർ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിന് അറിയാൻ പറ്റും ഏത് സിംഗറാണ് പാടിയിരിക്കുന്നത്. അത് അവർ ഫുള്ളി അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരന് അത് മനസ്സിലാകണമെന്നില്ല, ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അതൊരു വിഷമം തന്നെയാണല്ലേ. പക്ഷെ റിയാലിറ്റി ഷോയിൽ എനിക്ക് തോന്നുന്നത് നജീബിൽ എന്തോ ഒരു ഒളിപ്പിച്ച രഹസ്യമുണ്ട്. കാരണം ഒരുപാട് റിയാലിറ്റി ഷോ നടന്നു, ഒരുപാട് ആൾക്കാർ വന്നു, പക്ഷെ അവരൊന്നും ഒന്നുമില്ല. പക്ഷെ നജീബ് മാത്രമാണ് ആ കൂട്ടത്തിൽ നിന്ന് സ്റ്റാറായി വളർന്നു വന്നത് അല്ലേ? അതിന്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വിട്ടത് പാരന്റ്സ് ആണ്. ഞാൻ പറഞ്ഞില്ല, അതുപോലെ പാട്ടെന്നുള്ള സംഭവത്തിൽ നമ്മൾ പണ്ട് തൊട്ടേ മനസ്സിലുള്ള പാഷനായിരുന്നു സിനിമ. അപ്പൊ റിയാലിറ്റി ഷോ വന്നത് തന്നെ ഞാൻ പെട്ടെന്ന് പോകാനായിട്ടുള്ള വന്നതല്ല, നിലനിൽപ്പിനായിട്ടും പിന്നെ ഇതുപോലെ എൻ്റെ പാട്ട് ജനങ്ങളെത്താനും എൻ്റെ മെയിൻ പ്രൊഫഷൻ മ്യൂസിക് ആയിട്ട് തിരഞ്ഞെടുത്തത് വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം സൈഡ് വഴി, കാരണം പാട്ട് സൈഡ് വഴി വേറെ ജോബ് പ്രൊഫഷൻ മെയിൻ ആയിട്ട് എടുത്തിട്ടില്ല പലരും. മ്യൂസിക് പ്രൊഫഷൻ അവരൊക്കെ ഗാനമേളയൊക്കെ ഒരു ഫോക്കസ് ചെയ്ത് പോയി, പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി, സിനിമ ഫോക്കസ് ചെയ്ത് പോയി. അതാണ് വ്യത്യാസം. കാരണം സിനിമ നിലനിൽക്കണമെങ്കിൽ സിനിമ തന്നെ വേണം തീർച്ചയായിട്ടും. എനിക്കൊന്ന് സൗമ്യ, ഒരു പാട്ട് ഒരു വോയിസ് നിലനിർത്താൻ വേണ്ടി സൗമ്യ സാധാരണ എന്തൊക്കെ ചെയ്യാം? പ്രാക്ടീസ് ചെയ്യും, അത്ര തന്നെ. ഇപ്പോൾ ഒരു ദിവസം ഒരു 2 hours പാട്ടിന് വേണ്ടി മാറ്റി വെക്കും. ആ 2 hours നമ്മളിരുന്ന് പാടണം എന്നില്ല. അതിൽ ചിലപ്പോൾ 1 മണിക്കൂർ കേൾക്കുക, പാട്ട് കേൾക്കുന്നത് നമ്മൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കൂടുതൽ എത്രത്തോളം കേൾക്കണോ അത്രത്തോളം നല്ലതാണ്. നമുക്ക് പല സ്റ്റൈൽസ് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു പുതിയ പാട്ട് തരുമ്പോൾ അതെങ്ങനെ നമ്മുടെ രീതിയിൽ പാടാൻ പറ്റും, അതിനെല്ലാം ഈ കേൾവി നമ്മളെ വളരെയധികം സഹായിക്കും. സോ ഇപ്പോൾ ഒരു മണിക്കൂർ കേൾക്കുകയാണെങ്കിൽ ബാക്കി 1 hour പ്രാക്ടീസ് ചെയ്യുക. കർണാട്ടിക് മ്യൂസിക് തന്നെ, അത് സിമ്പിൾ സ്വരങ്ങൾ മാത്രം, സപ്തസ്വരങ്ങൾ തന്നെ, അത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. സോ ഇങ്ങനെ എന്ത് വന്നാലും. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ചെറുപ്പം തൊട്ടേ സംഗീതം അങ്ങനെ അത്ര സീരിയസ്ലി എടുക്കാഞ്ഞിട്ട് പോലും എൻ്റെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും പാട്ടുണ്ട്. അമ്മ അല്ലെങ്കിൽ അല്ല എടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. ഞാൻ സ്കൂൾ ഡേയ്സ് ഒരു 10th 11th കഴിഞ്ഞ് എടുത്ത് തുടങ്ങി. പക്ഷെ എന്നാലും ഫുള്ളി ഇരുന്നിട്ട് എന്നെ അത് പ്രചോദനം തന്നത് ഇപ്പം നജീം പേരൻസ് പറഞ്ഞ പോലെ തന്നെ ചേച്ചിയും
കാരണം ഒരു പാട്ട് വഴി എത്ര ആൾക്കാരാണ് അറിയുന്നപ്പെടുന്നത്. നമുക്ക് ബാക്കി ഏത് പ്രൊഫഷൻ ആയാലും ഇതിന്റെ മഹത്വം കിട്ടുന്നില്ല ഒരിക്കലും. അത് ഞങ്ങൾ ഇപ്പൊ നജീമും ഞാനൊക്കെ ഞങ്ങൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്. നജീം ഓഫ് കോഴ്സ് ഇസ് എക്സ്ട്രീംലി ടാലന്റഡ്. ഞാൻ അത്രയ്ക്കും വലിയൊരു കഴിവ് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ പക്ഷേ അതെ ഞാൻ പറയണത്, നമുക്ക് ചുറ്റും എത്ര പ്രഗത്ഭരായ സിംഗേഴ്സ് ഉണ്ടായിട്ടും ഇത്ര നമ്മളെ ചൂസ് ചെയ്ത് നമുക്കൊരു പാട്ട് തരാന്ന് പറയുമ്പോൾ അത് ദൈവാനുഗ്രഹം കൊണ്ടും നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ്. സോ പ്രാക്ടീസ്, പാട്ടിങ്ങനെ വിടാണ്ട് പ്രാക്ടീസ് ചെയ്യാതെ തന്നെ അത് തന്നെ നമ്മൾ സംഗീതത്തിനോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് തന്നെയാണ്. പിന്നെ എപ്പോഴും ബി താങ്ക്ഫുൾ ടു ഗോഡ്. ഈ പറയണ പോലെ നമുക്ക് കിട്ടണ ഈ ഓപ്പർച്യൂണിറ്റി വാം ആയിരിക്കുക എപ്പോഴും. നമ്മളിങ്ങനെ ഒന്ന് ഹൈ ആയി ഒന്ന് ഭൂമിയിൽ നിന്ന് മേളിലേക്ക് ഇറങ്ങിയാൽ അതെ എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു പാട്ട് ഹിറ്റായി നമ്മൾ അതിലല്ല നമുക്ക് വീണ്ടും വീണ്ടും അടുത്ത വർഷം ഓരോന്ന് വന്നു, അല്ലെങ്കിൽ ആൾക്കാർ മറന്നുപോകും. മനസ്സിലായോ? ഓരോ പാട്ട് ഇറങ്ങുമ്പോഴും ഇതുപോലെ നമുക്ക് ചാനൽ ഇന്റർവ്യൂ ഒക്കെ വന്ന് വരുമ്പോഴാണ് ആൾക്കാരിലോട്ട് ഇറങ്ങി ചെല്ലുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് പോകും. ഇപ്പൊ ഈ ചോദ്യം ഞാൻ പാട്ടിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നജുനോട് ചോദിക്കുന്നത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്നുള്ള പാടില്ല. കാരണം എന്റെ വോയിസ് കീപ്പ് ചെയ്യാൻ വേണ്ടി നജീബ് സാറിന് എന്തൊക്കെയാണ് ചെയ്യാറില്ല. മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ സംസാരം കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാനായിരിക്കും ഈ ഫോണിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് വിളിക്കുന്നവർ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഈ സംസാരം നമ്മൾ ഈ അതിനെ ഇരട്ടി ഇങ്ങനെ വോക്കൽ കോഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടുമ്പോഴത്തേക്കും ഇപ്പോൾ സ്റ്റേജ് ഷോയിലൊക്കെ പാടിക്കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ പാടും നമ്മൾ ഭയങ്കര സ്ട്രെയിനാണ് വോയിസ്. കാരണം ഈ ഇത്രയും ബഹളത്തിനിടയ്ക്ക് നമ്മൾ അത്രയും പവർ കൊടുത്ത് പാടുവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അഗൈൻ സംസാരത്തിൽ നമ്മൾ മുഴുകി കഴിഞ്ഞാൽ അഗൈൻ നമ്മളിപ്പോൾ ഒരു മുറിവിനെ മുറിച്ച് അത് വലുതാകത്തില്ലേ? അത് തന്നെയാണ് തൊണ്ടയുടെ അവസ്ഥയും. സ്ട്രെയിൻ ഇത് നമുക്കൊരു വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 50 കിലോ വെയിറ്റ് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൈ എടുക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് മാക്സിമം. അപ്പോൾ അതുപോലെ വോക്കൽ കോഡിന് മാക്സിമം റെസ്റ്റ് കൊടുക്കുക, സംസാരിക്കാതിരിക്കുക. ഞാൻ പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതാണ് വേറെ തമാശ. അല്ലറ ഈ ആർത്ത് ചിരിക്കാതിരിക്കുക, ഉറക്കെ സംസാരിക്കാതിരിക്കുക. അതൊക്കെ എന്നെ സംബന്ധിച്ചാണ്. എൻ്റെ വോയിസ് ഭയങ്കര സെൻസിറ്റീവാണ്. അതൊക്കെ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നീരൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രോബ്ലമാണ് പാടാനൊക്കെ ആയിട്ട്. പിന്നെ ഈ പാട്ടുകൾക്ക് പിന്നെ മൈന്യൂട്ടായിട്ടുള്ള എല്ലാം ഭയങ്കര വിഷയമാണ്. ഇപ്പോൾ ജലദോഷം വന്നാലും ചുമ വന്നാലും പാട്ടിനെ ബാധിക്കും. പെട്ടെന്നായിരിക്കും വലിയ വലിയ ചാൻസസ് ഒക്കെ വരുന്നത്. അവർക്കൊന്നും അറിയണ്ട, നമ്മളല്ലെങ്കിൽ അടുത്ത ആള്. ഈ ഒരു അവസരം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഈ പറയണ പോലെ ഓപ്പർച്യൂണിറ്റി ഒറ്റ തവണയേ വരുള്ളൂ. ആ നിമിഷം അവര് പാടാൻ വിളിക്കുമ്പോ അയ്യോ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ വേണ്ട, വേറെ ലൈനിൽ നിൽക്കാണ്. അതെ, ഇത്ര പേരാണുള്ളത്. അപ്പൊ നമുക്ക് എത്ര നേരം നമുക്ക് സംസാരിച്ചത്? നമുക്ക് വിക്രമാദിത്യത്തിലെ പാട്ട് രണ്ടുപേരുടെ ഒന്ന് പാടിയാലോ? ശരി, ലേഡീസ് ഫസ്റ്റ്. മഴനില കുളിരുമായി വേനൽ തൂവൽ വിഷും മൊഴിയിലും മധുരമായി മൗനം കഥ പറയും. പൂങ്കാറ്റ് വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും ഏതോ സുഖമീ നെഞ്ചിൽ നിറയും. മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും മൊഴിയിലും മധുരമായി മൗനം കഥ പറയും. പൂങ്കാറ്റ് വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും ഏതോ സുഖമീ നെഞ്ചിൽ നിറയും. മഴനില കുളിരുമായി.
എനിക്ക് തോന്നുന്നത് നജീബ് ആദ്യമായിട്ട് സിനിമയിൽ പാടിയ പാട്ട് ഏതായിരുന്നു? ആദ്യം പാടിയത് മിഷൻ 90 ഡേയ്സ് എന്ന ഫിലിമില് ഫസ്റ്റ് റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് ഫസ്റ്റ് റിയാലിറ്റി മുമ്പേ പാടിയ പാട്ടാണ്. ആണോ? ഓക്കെ. അപ്പൊ അതിന് മുമ്പേ പാടിയതാണ്. പക്ഷെ പടം റിലീസ് ചെയ്തത് ഈ സിനിമ വന്നതിന് ശേഷം ആണ് ഇത് സിനിമ വന്നത്. ഏതായിരുന്നു പാട്ട്? കാരണം റിയാലിറ്റി ഷോക്ക് മുമ്പേ പാടിയിട്ടുണ്ടെങ്കിലും ആ പാട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു എനിക്ക്. ഒരു പ്രതീക്ഷ, കാരണം കുറേ പേര് പാടിയ പാട്ടാണ്. അത് മ്യൂസിക് ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അവസാനമാണ് ഞാൻ പാടിയെന്ന് എനിക്കറിയാം. എനിക്ക് ശേഷം വേറെ ആരും പാടിയില്ലെന്ന് പറയും. പക്ഷെ എൻ്റെ പാട്ട് എടുക്കുക എന്നുള്ള ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഏകദേശം ഒരു ജൂലൈ മാസത്തിലാണ് ഈ പടം ഇറങ്ങുന്നത്. പടം ഇറങ്ങുന്ന സമയത്ത് പോലും ക്യൂവിൽ നിന്നൊക്കെയാണ് ടിക്കറ്റൊക്കെ എടുത്ത്. അപ്പോൾ അങ്ങ് ദൂരെ മേജർ രവി സാറാണ് ഡയറക്ടർ. മേജർ രവി സാറൊക്കെ അങ്ങ് ദൂരെ നിൽപ്പുണ്ട്. സാറൊന്നും ഒരു പരിചയം പോലും ഇല്ല. പാട്ട് പാടി ആ പടത്തിന് ആക്ച്വലി പാടിയിട്ടുണ്ട്. എൻ്റെ പാട്ടാണ് വന്നതല്ല. പക്ഷെ എനിക്കറിയില്ല എൻ്റെ പാട്ടാണുള്ളത്. പക്ഷെ എന്നിട്ട് അദ്ദേഹത്തിനൊന്നും നമുക്ക് പോയി മിണ്ടാൻ അങ്ങനെ ഒരു ധൈര്യം പോലും ഇല്ല. എന്നിട്ടാണ് ആ ഫസ്റ്റ് ഷോ കാണുന്നത്. അന്ന് രാവിലെ ജെയ്സൺ ജെ നായർ സാറാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് പറഞ്ഞു, എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഞാൻ കുറേ പേരെ വോയിസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, എനിക്കേ ഐഡിയ ഇല്ല, നിന്റെ പാട്ട് ഉണ്ടാക്കി നീ കൊള്ളാം, ഒരു മുൻവിധിയും കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പടം കാണണേ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ലോട്ടറി അടിച്ചു വരുന്ന എഴുതി കാണിക്കും വോയിസ് ഓഫ് നജീം എന്നൊക്കെ തിയേറ്ററിൽ. പക്ഷെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത് നമ്മുടെ ഒരു ഇതാണല്ലോ, തിയേറ്ററിൽ കൂടെ ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല.